ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി നാടൻ റെസിപ്പിയും കൊണ്ടാണ്. നമ്മുടെ വീട്ടിലൊക്കെ റേഷൻ കടയിൽ നിന്നൊക്കെ ഇപ്പം ധാരാളം കിറ്റ് കിട്ടിയിട്ട് ചെറുപയറൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്നും കറി വെച്ചിട്ട് കഴിച്ചാൽ അതൊരു മടുപ്പ് തന്നെയായിരിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങളെ നാട്ടിൽ ഇതിന് പറയുക ചെറുപയർ വിരകിയത് എന്നാണ്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു കപ്പ് ചെറുപയറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു കപ്പ് ചെറുപയർ നല്ല പോലെ കഴുകുക. കഴുകിയിട്ട് 5 മണിക്കൂർ കുതിർക്കാൻ വെക്കുക. അതിനുശേഷം നമുക്കൊന്ന് വാഷ് ഔട്ട് ചെയ്തിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കുക്കറിൽ ഒരു 5 വിസിലിൽ വേവിച്ചെടുക്കാം. ഈ വേവിക്കാൻ വെക്കുന്ന ടൈമിൽ തന്നെ നമുക്കൊരു 4-5 ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. പിന്നെ വേണ്ടുന്നത് തേങ്ങാക്കൊത്ത്, പിന്നെ തേങ്ങ ചിരകിയത്, ജീരകപ്പൊടി, ഏലക്ക ചതച്ചത് ഒക്കെ നമുക്ക് റെഡിയാക്കി വെക്കാം. പിന്നെ ചെറുപയർ വെന്ത് കഴിഞ്ഞാൽ ഒരു പാനിലോട്ട് 3-4 സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. അപ്പോൾ തേങ്ങാക്കൊത്തിൻ്റെ നല്ലൊരു മണം കേട്ടോ. തേങ്ങാക്കൊത്തിട്ടാൽ തന്നെ വേറെ തന്നെ ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ച വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അരമുറി തേങ്ങ കൂടെ വെള്ളം ശർക്കരയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മുടെ ചെറുപയർ നല്ലപോലെ വെന്ത് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഉടഞ്ഞ് കിട്ടിയാൽ നല്ല ടേസ്റ്റാണ്, എക്സ്ട്രാ ടേസ്റ്റ് കിട്ടും. ഉടഞ്ഞ് വന്നാൽ നമുക്കത് ശർക്കര പാനിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ശർക്കര കുറച്ച് കൂടുതലുണ്ടെങ്കിൽ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇത് വെറ്റി കിട്ടിക്കോളും. നമുക്ക് ആ സമയം കുറച്ച് ജീരകപ്പൊടി, 1 സ്പൂൺ ജീരകപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ചതച്ചു വെച്ച് ഏലക്ക കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു വേറെ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ശർക്കരയും ഏലക്കയും തേങ്ങയെല്ലാം സെറ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വരട്ടിയെടുക്കാം. അപ്പോൾ ഇതിനെ നമുക്ക് ചെറുപയർ വിരകിയെന്ന് വിളിക്കാം, അല്ലെങ്കിൽ ചെറുപയർ വരട്ടിയെന്ന് വിളിക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റാണ്. ഈവനിങ് നമുക്ക് ചായൻ്റെ കൂടെ സൂപ്പറാണ്. പിന്നെ വേണമെങ്കിൽ ജസ്റ്റ് ചിലർ ഡയറ്റൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കും ഇത് നല്ലതായിരിക്കും. കാരണം പഞ്ചസാരയില്ല, നമ്മൾ ശർക്കര വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് സെർവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് തേങ്ങ കൂടെ വെതറി സെർവ് ചെയ്താൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.